നമസ്കാരം. ഒട്ടേറെ വാർത്തകൾ സംഭവിച്ചൊരു വാർത്താ ദിനമാണ് കടന്നു പോകുന്നത്. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. വിജയത്തിളക്കത്തിൽ വിദ്യാർത്ഥികൾ. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. മുൻവർഷത്തേക്കാൾ വിജയശതമാനത്തിൽ നേരിയ കുറവുണ്ട്. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് നേടി. സി പരീക്ഷ മെയ് 28 മുതൽ നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 4,27,153 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 4,25,563 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനത്തിൽ 0.01% കുറവുണ്ടായി. 71,831 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് ലഭിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 3,227 വർധനയാണ് ഈ വർഷമുണ്ടായത്. ഏറ്റവും കൂടുതൽ വിജയശതമാനം കോട്ടയം ജില്ലയിലാണ്. 99.92%. 100% വിജയത്തോടെ ഏറ്റവും ഉയർന്ന വിജയമുള്ള വിദ്യാഭ്യാസ ജില്ലയായി പാല മാറി. എല്ലാ വിഷയങ്ങൾക്കും A+ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയശതമാനം 99.69%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം. 4,934 വിദ്യാർത്ഥികൾ. 892 സർക്കാർ സ്കൂളുകളും 1,139 എയ്ഡഡ് സ്കൂളുകളും 443 അൺഎയ്ഡഡ് സ്കൂളുകളും 100% വിജയം നേടി. മുൻവർഷത്തേക്കാൾ 107 സ്കൂളുകളുടെ കുറവ് ഇത്തവണയുണ്ടായി. മെയ് 28 മുതൽ ജൂൺ 6 വരെ സേ പരീക്ഷ നടക്കും. 3 വിഷയങ്ങൾക്ക് വരെ അപേക്ഷിക്കാം. ജൂൺ ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റുകൾ ഡിജി ലോക്കറിൽ ലഭ്യമാകും. THSLC പരീക്ഷയിൽ 99.8%, SSLC ഹിയറിംഗ് ഇംപേർഡ് പരീക്ഷയിൽ 100%മാണ് വിജയം. കേരള കലാമണ്ഡലത്തിൽ 98.33% വിജയം. 24 തിരുവനന്തപുരം. SSLC പരീക്ഷാ മൂല്യനിർണ്ണയ രീതിയിൽ സമൂല മാറ്റത്തിനൊരുങ്ങി സർക്കാർ. അടുത്ത വർഷം മുതൽ ഓരോ വിഷയത്തിനും വിജയിക്കാൻ എഴുത്ത് പരീക്ഷയ്ക്ക് നിശ്ചിത മാർക്ക് നേടണമെന്ന നിബന്ധന കൊണ്ടുവരും. 9ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്ന സമ്പ്രദായത്തിൽ മാറ്റം വരുത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. നിലവിലെ രീതി അനുസരിച്ച് എഴുത്ത് പരീക്ഷയും നിരന്തര മൂല്യനിർണ്ണയവും അടക്കം 30% മാർക്ക് മതി വിദ്യാർത്ഥിക്ക് വിജയിക്കാൻ. എന്നാൽ ഇത് കുട്ടികളുടെ അക്കാദമിക നിലവാരത്തെ സാരമായി ബാധിക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മൂല്യനിർണ്ണയ രീതി മാറ്റാനുള്ള തീരുമാനം. നിരന്തര മൂല്യനിർണ്ണയത്തിനൊപ്പം എഴുത്ത് പരീക്ഷ വിജയിക്കാൻ ഒരു നിശ്ചിത മാർക്ക് വേണമെന്ന നിബന്ധന കൊണ്ടുവരും. പേപ്പർ മിനിമം വരുന്നതോടുകൂടി 80 മാർക്കിനുള്ള എഴുത്ത് പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ കുറഞ്ഞത് 24 മാർക്ക് ലഭിച്ചിരിക്കണം. 2025 മാർച്ചിൽ നടക്കുന്ന SSLC പരീക്ഷയിൽ ഹയർ സെക്കൻഡറിയിൽ നിലവിലുള്ളതുപോലെ എഴുത്ത് പരീക്ഷയിൽ പ്രത്യേകം പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം പൊതുവിൽ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ, അധ്യാപകർ, രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ ഇവരെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കും. പരീക്ഷയിൽ വിജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയിൽ മാത്രം 30% മാർക്ക് പ്രത്യേകം നേടിയിരിക്കണം. മൂല്യനിർണ്ണയ രീതി മാറുമ്പോൾ കുട്ടികളുടെയും അധ്യാപകരുടെയും പരീക്ഷയോടുള്ള സമീപനം മാറുമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 9ാം ക്ലാസ് വരെ എല്ലാ വിദ്യാർത്ഥികളെയും വിജയിപ്പിക്കുന്ന സമ്പ്രദായം പുനഃപരിശോധിക്കും. എല്ലാ മേഖലകളിൽ നിന്നുള്ളവരുമായി വിശദമായി ചർച്ച നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 24 തിരുവനന്തപുരം. ഇനി അല്പസമയം മുൻപുണ്ടായൊരു വിയോഗ വാർത്തയിലേക്ക്. സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 65 വയസ്സായിരുന്നു. യോദ്ധ, ഗാന്ധർവം, നിർണയം തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തു. ഹിന്ദിയിലും സിനിമകൾ സംവിധാനം ചെയ്തു. സംവിധായകൻ സന്തോഷ് ശിവൻ സഹോദരനാണ്. സംഗീത് ശിവന്റെ കുടുംബവുമായി തനിക്ക് ഏറെ ബന്ധമുണ്ടെന്ന് മോഹൻലാൽ 24നോട് പറഞ്ഞു. സംഗീതിന്റെ വിയോഗത്തിൽ ഏറെ ദുഃഖമെന്നും ചെയ്ത സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടതാണെന്നും മോഹൻലാൽ 24നോട് പറഞ്ഞു. യോദ്ധ, അതുപോലെ നിർണയം എന്നുള്ള സിനിമ വളരെ നല്ല ഇൻഡസ്ട്രി ഫിലിമായിരുന്നു. ഗാന്ധർവം ശരിക്കും അന്നുവരെ മലയാളം കാണാത്ത തരത്തിലുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കിംഗ് ആയിരുന്നു സംഗീത് ശിവൻ, സന്തോഷ് ശിവൻ കൂട്ടുകെട്ടിൽ നിന്നുണ്ടായിരിക്കുന്നത്. ആ സിനിമകളൊക്കെ അവരാണ് രണ്ടുപേരും കൂടെ ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. സംഗീതവും അവരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട്. ആ ഫാമിലിയായിട്ട് ഇന്ന് രാവിലെയും ഞങ്ങൾ സംസാരിച്ചിരുന്നു. സന്തോഷമായിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പം കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്, ഒരു സർജറിയൊക്കെ വേണ്ടി വരുന്നു പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. എന്താ പറയാ, വല്ലാത്തൊരു സങ്കടമാണ്. എങ്ങനെയാണല്ലോ ഓരോരുത്തരും നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആഘാതം. അത് വളരെ അടുത്ത ഇഷ്ടമുള്ള ആൾക്കാർ
തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയോടൊപ്പം ഞാനും അതിൽ സങ്കടപ്പെടുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഇപ്പോൾ മോഹൻലാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത സിനിമകൾ അതെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഒരുപാട് സിനിമകളുടെ എണ്ണമൊന്നും എടുത്തു പറയാനില്ലെങ്കിലും ഇപ്പോഴും എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. ആ തരത്തിലേക്ക് കലാമൂല്യമുള്ള സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകന്റെ വിയോഗം അതുണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ്. അനുജ, തീർച്ചയായും സംഗീത് ശിവനെ സംബന്ധിച്ചിടത്തോളം അത് സംഗീത് ശിവന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് മാത്രമല്ല നഷ്ടം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരേ സമയം മോളിവുഡിനും അതേസമയം ബോളിവുഡിനും കൃത്യമായ സംഭാവനകൾ ചെയ്തൊരു സംവിധായകനാണ് സംഗീത് ശിവൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം ഈ രണ്ട് സിനിമാ മേഖലയ്ക്കും വലിയ നഷ്ടമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലാണ്. ഏറെക്കാലമായി അദ്ദേഹം ഈ വീട്ടിൽ ഇല്ല, ഇവിടെ അല്ല, ബോംബെയിലാണ് അദ്ദേഹം ഏറെക്കാലമായി താമസിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വീടുമായും ഈ വീടിന്റെ പരിസരവുമായൊക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധമുള്ളത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം അല്പസമയം മുൻപ് മാത്രമാണ് ഈ മരണവിവരം ഇവിടേക്ക് അറിയുന്നത്. അതിനുശേഷം പിന്നീട് ഈ നാട്ടിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ഇനി വേണം തീരുമാനിക്കാൻ. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളെല്ലാം മുംബൈയിൽ തന്നെ ഉണ്ട്, അവിടെ മറ്റ് ബന്ധുക്കളുമുണ്ട്. ഇപ്പോൾ ഈ വീട്ടിൽ അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് മാത്രമാണ് ഉള്ളത്. അദ്ദേഹവും അവിടേക്ക് പോകാനായി തയ്യാറെടുക്കുകയാണ്. ചേട്ടാ, എപ്പോഴായിരുന്നു ഈ മരണവിവരം അറിഞ്ഞത്? ഒരു 4 o'clock ഈവനിങ്, 4 മണിക്ക്. ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചോ മറ്റോ എന്തെങ്കിലും തീരുമാനമോ? ഒരു മണിക്കൂറിൽ തീരുമാനിക്കും. വരുവാണോ, അവിടെ തന്നെ അടങ്ങുവാണോ, ഇവിടെ കൊണ്ടുവരുവാണോ, ഒരു 1 hour ഡിസൈഡ് ചെയ്യും. ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം? അല്ലല്ല, ആക്ച്വലി ഈ ശനിയാഴ്ച പുള്ളി ഡബിങ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ലാസ്റ്റ് ഫിലിം എടുത്ത ഫിലിം രോമാഞ്ചം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അതിന്റെ ഹിന്ദി റീമേക്ക്, അതിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഡബിങ്ങിന് പോയിട്ട് പുള്ളി വീട്ടിൽ വന്ന് ആഹാരം കഴിച്ച് കിടന്നു. അങ്ങനെ അതിനുശേഷം ചെറിയൊരു ഡിസ്കംഫർട്ട് വന്നപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പൊ അത് അവിടെ ചെന്നിട്ടാണ് ഈ കിഡ്നി ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു, കിഡ്നിയിലെ ക്രിയാറ്റിന്റെ ലെവൽ കൂടിയെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നു. അതിനുശേഷം കോക്കില ബൈൻ ഹോസ്പിറ്റൽ വളരെ വേഗത്തിലായിരുന്നു. ഒരു 2-3 days ആയിട്ടുള്ളൂ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അതായത് ഈ മലയാളത്തിൽ വലിയ വിജയമായ രോമാഞ്ചത്തിന്റെ ഹിന്ദി പതിപ്പ് അദ്ദേഹം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംവിധാനം ചെയ്ത് എല്ലാം തീർന്നു, ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പം ലാസ്റ്റ് ഡബിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ. അനുജ, അങ്ങനെയാണ്, വളരെ വേഗത്തിലാണ്. തീർത്തും അപ്രതീക്ഷിതമായി കാര്യമായ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതും അദ്ദേഹം ഒരു സിനിമയുടെ തിരക്കിലായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് പറയുന്നു. മലയാളത്തിൽ വലിയ വിജയമായ രോമാഞ്ചം എന്ന സിനിമയുടെ ഹിന്ദി വെർഷൻ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചില സിനിമകൾ സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ തന്നെ 1990 അദ്ദേഹം സംവിധായക കരിയർ ആരംഭിക്കുന്നത്. അതിനുശേഷം മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ, AR റഹ്മാനെ ഉൾപ്പെടെ ആദ്യമായി മലയാളത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ യോദ്ധ എന്ന സിനിമ, ആ സിനിമ സംവിധാനം ചെയ്ത രീതി തന്നെ അക്കാലത്ത് വളരെ പുതുമയേറിയ സാഹചര്യങ്ങളിലൂടെയാണ് അദ്ദേഹം ആ സിനിമ സംവിധാനം ചെയ്തത്. ഒരേ സമയം ഒരു നാട്ടിൻപുറത്ത് നിന്ന് കഥ പറഞ്ഞു തുടങ്ങുകയും അതിനുശേഷം നേപ്പാളിന്റെ ഒരു വലിയ ക്യാൻവാസിലേക്ക് ആ സിനിമയെ പറയുകയും ആ സിനിമ സംസാരിച്ച കണ്ടന്റ് ഉൾപ്പെടെ അത്രയും വലിയ ഒരു കണ്ടന്റ് ആയിരുന്നു സംസാരിച്ചിരുന്നത്. അങ്ങനെ വ്യത്യസ്തമായ കണ്ടന്റുകൾ സംസാരിക്കുന്ന സിനിമ, അതിനെ ഒരേ സമയം കൊമേഴ്ഷ്യൽ ചേരുവ കൂടി ചേർത്ത് സംവിധാനം ചെയ്യുക എന്നുള്ളതായിരുന്നു രീതി. മോഹൻലാലും ഒന്നിച്ച് ചെയ്ത 3 സിനിമകൾ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സിനിമകളാണ്. ഗാന്ധർവവും നിർണയവും ഒക്കെ. ഈ ഗാന്ധർവവും യോധയും അത് തമാശ കലർത്തിയായിരുന്നു അതിന്റെ കണ്ടന്റ് സംസാരിച്ചതെങ്കിൽ നിർണയം കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. മാത്രമല്ല, ഈ ഹിന്ദിയിൽ സംവിധാനം ചെയ്ത 8 സിനിമകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. അതിൽ ആദ്യം സംവിധാനം ചെയ്ത 1998 ഡോൾ സോർ എന്നായിരുന്നു ബോളിവുഡിലെ ആദ്യ സംവിധാന സംരംഭത്തിന്റെ പേര്. അതിനുശേഷം ചുരാലിയെ ഹേ തുമ്നെ, ക്യാക്കുൾ ഹേ ഹം തുടങ്ങി വിവിധ സിനിമകൾ അതൊക്കെ അവിടെ വലിയ ബോക്സ് ഓഫീസിലും വിജയം നേടാൻ കഴിഞ്ഞ സിനിമകളായിരുന്നു. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ 2019 ഭ്രം എന്നൊരു സിനിമയും അദ്ദേഹം ഹിന്ദിയിൽ ഒരുക്കി. അതിനുശേഷം ഏറ്റവും ഒടുവിലും ഈ ഹിന്ദിയിൽ മറ്റൊരു സിനിമ കൂടി സംവിധാനം ചെയ്യുന്ന തിരക്കിലായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായ ജോലികൾക്കിടയിലായിരുന്നു അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി അസുഖബാധിതനാകുന്നതും ആശുപത്രിയിൽ ലേക്ക് പോകുന്നതും എന്നുള്ളതാണ്. അങ്ങനെ മലയാള സിനിമയ്ക്ക് മാത്രം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയ്ക്ക് മാത്രം ഒരു നഷ്ടമെന്ന് സംഗീത് ശിവന്റെ വിയോഗത്തെ നമുക്ക് ചുരുക്കി കാണാനുമാവില്ല. അനുജ, സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ സംഗീത് ശിവൻ അല്പസമയം മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞു. മുംബൈയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അപ്രതീക്ഷിതമായുണ്ടായ വിയോഗം. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ തീരാ നഷ്ടമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അനുശോചിച്ചത്. ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്.
അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തിയതിനു പിന്നാലെ കോൺഗ്രസിൽ പുതിയ വിവാദം. ഇന്ദിരാഭവനിലെ സ്ഥാനം ഏറ്റെടുക്കൽ ചടങ്ങിൽ MM ഹസൻ പങ്കെടുത്തില്ല. ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെന്നും ചുമതല കൈമാറാൻ വൈകിയത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്നും കെ സുധാകരൻ പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ വീട്ടിലെത്തി കണ്ട ശേഷമാണ് ഇന്ദിരാഭവനിലെത്തിയത്. KPCC ആസ്ഥാനത്ത് പ്രവർത്തകരുടെ ആവേശമായ വരവേൽപ്പ്. ചുമതലയേറ്റെടുത്തതിന് പിന്നാലെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന്റെ അസാന്നിധ്യത്തിലെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടായിരുന്നു തുടക്കം. ഹസൻ പ്രസിഡന്റായിരിക്കെ തീരുമാനങ്ങളിൽ കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു. ഹസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനമെടുക്കുന്നു. മടങ്ങിവരവ് തടയാൻ പാർട്ടിക്കുള്ളിൽ ശ്രമങ്ങൾ നടന്നിരുന്നുവെന്ന ചോദ്യത്തിന് അങ്ങനെ കരുതുന്നില്ലെന്ന മറുപടി. തന്നെ അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റില്ലെന്നും സുധാകരന്റെ ഒളിയമ്പ. ഹൈക്കമാൻഡ് മറിച്ചൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും താൻ തന്നെ പാർട്ടിയെ നയിക്കുമെന്നും സുധാകരൻ. ഹസന് ചുമതല നൽകിയത് തിരഞ്ഞെടുപ്പായതിനാൽ മാത്രമെന്ന KC വേണുഗോപാൽ. എല്ലാവരും കൂടെ കൂട്ടായിരുന്നു തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹസനെ ചുമതലയേൽപ്പിച്ചത്. ആ ചുമതലയുള്ള ഓർഡർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇലക്ഷന് വേണ്ടി മാത്രമാണ് ആ ഓർഡർ. പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്ന ഒരു വിഭാഗത്തിന്റെ മുറവിളിക്കിടെയാണ് സുധാകരന്റെ തിരിച്ചുവരവ്. ഹസൻ എടുത്ത തീരുമാനങ്ങൾ റദ്ദാക്കി മുന്നോട്ട് പോയാൽ പാർട്ടിയിൽ അതെങ്ങനെ പ്രതിഫലിക്കുമെന്നതും നിർണായകം. 24 തിരുവനന്തപുരം. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. ഈ വാർത്താദിനത്തിലുണ്ടായ മറ്റൊരു വിയോഗ വാർത്തയിലേക്കാണ് ഇനി. കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം. പാലക്കാട്ട് കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു. മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറമാൻ AV മുകേഷാണ് മരിച്ചത്. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയായിരുന്നു ആക്രമണം. മരണത്തിൽ മുഖ്യമന്ത്രിയും വനമന്ത്രിയും അനുശോചനം അറിയിച്ചു. ഇന്ന് രാവിലെ 8 മണിക്ക് മലമ്പുഴ വേനോലി എളമ്പരക്കാടിന് സമീപം കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നത് ചിത്രീകരിക്കുന്നതിനിടെ 3 വാർത്താ സംഘത്തിന് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു. രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ AV മുകേഷ് താഴെ വീണു. ഇതിനിടെ കാട്ടാന മുകേഷിനെ ചവിട്ടി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വനമന്ത്രി AK ശശീന്ദ്രനും അനുശോചിച്ചു. നമുക്ക് ഇനിയെങ്കിലും സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു പത്രപ്രവർത്തകനും നഷ്ടപ്പെടാനിടയാകരുത്. ആ രൂപത്തിലുള്ള ഒരു ആലോചനക്ക് ഈ സംഭവം വഴി തുറക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിനോടുള്ള ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. മന്ത്രിമാരായ സജി ചെറിയാനും വീണ ജോർജും അനുശോചനം രേഖപ്പെടുത്തി. മുകേഷിന്റെ മരണം വേദനിപ്പിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. മുകേഷിനെ പോലെയുള്ളവരുടെ വളരെ സാഹസികമായ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവൻ നിലനിർത്തപ്പെടേണ്ട ആവശ്യകത നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അകാലത്തിലുള്ള ഈ നിര്യാണത്തിൽ ഞാൻ അങ്ങേയറ്റത്തെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യാണ്. 1 വർഷമായി മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറാമാനായി ജോലി ചെയ്യുന്ന AV മുകേഷ് ഏറെക്കാലം ഡൽഹിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ദേവിയുടെയും പരേതനായ ഉണ്ണിയുടെയും മകനാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 പാലക്കാട്. അലവൻസ് വർധന ആവശ്യപ്പെട്ട് ക്യാബിൻ ക്രൂ ജീവനക്കാർ പണിമുടക്കിയതോടെ വിമാനങ്ങൾ റദ്ദ് ചെയ്ത് എയർ ഇന്ത്യ. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദ് ചെയ്തതിനെതിരെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. ജീവനക്കാരുടെ സമരം നിയമവിരുദ്ധവും യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിശദീകരിച്ചു. വിസ കാലാവധി അവസാനിക്കുന്നവർ, രോഗശയ്യയിൽ കിടക്കുന്നവരെ അവസാന നോക്ക് കാണാനെത്തിയവർ, അങ്ങനെ നീളുന്നു എയർ ഇന്ത്യയുടെ നിരുത്തരവാദിത്ത നിലപാടിൽ നട്ടം തിരിഞ്ഞവരുടെ പട്ടിക. തിരുവനന്തപുരം, കണ്ണൂർ, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നായി 35ലധികം സർവീസുകളാണ് റദ്ദ് ചെയ്തത്. അതും ഒരു മുന്നറിയിപ്പും നൽകാതെ. അപ്പൊ അവര് പറയുന്നത് കൈവഴിയാണ്. കാരണം ഇത് ഫുൾപാത്ത് ടിക്കറ്റ് പോലെയായി. അപ്പൊ നമ്മൾ ഈ എയർ ഇന്ത്യ സർവീസ് നല്ല സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ 5 മണിക്ക് ഇവിടെ വരുമ്പോഴാണ് ബോർഡിൽ എഴുതി കാണിക്കുന്നത് ക്യാൻസൽ. നമ്മുടെ ഫോണിലോ ഒന്നിലും ഒരു മെസ്സേജ് പോലും നമുക്ക് വന്നിട്ടില്ല. ടിക്കറ്റ് മറ്റൊരു ദിവസം പുനഃക്രമീകരിച്ച് നൽകാമെന്ന് പറയുമ്പോഴും അന്ന് യാത്ര സാധ്യമാകുമോ എന്ന കാര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉറപ്പു നൽകുന്നില്ല. അവിടെ എത്തേണ്ട ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്.
ഇതുവരെയൊക്കെ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫെയർ കൂടിയോണ്ട് ഇങ്ങനെ നിന്നായിരുന്നു. പക്ഷെ ഇന്നത്തേക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയുള്ള വിവരങ്ങൾ ഞങ്ങൾ അറിയുന്നത്. ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് വാരണാസി വിമാനത്താവളത്തിൽ 30 മലയാളികൾ കുടുങ്ങി. 2 ദിവസത്തിന് ശേഷമേ പകരം യാത്ര ഒരുക്കാനാകൂ എന്നാണ് അധികൃതർ അറിയിച്ചത്. അലവൻസ് കൂട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് 250-ലധികം വരുന്ന ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ പ്രതിഷേധമാണ് പ്രതിസന്ധിക്ക് വഴിവെച്ചത്. ജീവനക്കാരെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ തുടങ്ങി. ഇതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചയ്ക്കുള്ള എയർ ഇന്ത്യ ദുബായ് ഫ്ലൈറ്റ് പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസ് തുടരുന്നു. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.